CPMന്റെ മുതിർന്ന നേതാവും സഹകാരിയും കായംകുളം നഗരസഭാ ചെയർമാനും സ്പിന്നിംഗ് മിൽ ചെയർമാനുമായിരുന്ന പ്രൊഫസർ MR രാജശേഖരന്റെ ഒന്നാം ചരമവാർഷികം CPMന്റെ നേതൃത്വത്തിൽ ആചരിച്ചു. അനുസ്മരണ സമ്മേളനം മുതിർന്ന CPM നേതാവ് S. രാമചന്ദ്രൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കായംകുളം നഗരസഭാ ചെയർമാനും സ്പിന്നിംഗ് മിൽ ചെയർമാനും സഹകാരിയുമായിരുന്ന പ്രൊഫസർ MR രാജശേഖരന്റെ ഒന്നാം ചരമവാർഷികത്തിന്റെ ഭാഗമായി അനുസ്മരണ സമ്മേളനം നടത്തി. CPM കായംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ സമ്മേളനം നടത്തിയത്. ഇതിനു മുന്നോടിയായി അനുസ്മരണ റാലിയും സംഘടിപ്പിച്ചു. CPMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസായ NS സ്മാരക മന്ദിരത്തിൽ നിന്നാണ് റാലി ആരംഭിച്ചത്. റാലിയിൽ കനത്ത മഴയെയും അവഗണിച്ച് സ്ത്രീകളടക്കം നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരുന്നു. ടൗൺ ചുറ്റി റാലി പാർക്ക് മൈതാനിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം CPMന്റെ മുതിർന്ന നേതാവ് S. രാമചന്ദ്രൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. കേരള സമൂഹത്തിനും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും വലിയ നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ നിര്യാണം പോലും സംഭവിച്ചത്. MR എല്ലാ ജനവിഭാഗങ്ങളോടും കടുത്ത സൗഹൃദം പുലർത്തുന്ന നേതാവായിരുന്നു. വ്യക്തികളുടെ പ്രയാസങ്ങൾക്ക് പരമാവധി സഹായം ചെയ്യാൻ അദ്ദേഹം പരിശ്രമിക്കുകയുണ്ടായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആശയപരമായും സംഘടനാപരമായും ശക്തിപ്പെടുത്തുന്നതിന് അദ്ദേഹം അതിസമർത്ഥമായി ഇടപെടുകയുണ്ടായി. ആ നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കരുത്താർജിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ സഹായം വളരെ കൂടുതലുണ്ടായിരുന്നു. MRനെ അനുസ്മരിക്കുന്നതോടൊപ്പം അദ്ദേഹം സജീവമായി പ്രവർത്തിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തെപ്പറ്റി വളരെ ചുരുക്കത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനങ്ങൾ MR രാജശേഖരൻ എന്തുകൊണ്ട് സജീവമായി എന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കഴിഞ്ഞകാല ചരിത്രവും അതിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളും വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ചുരുക്കത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൻ്റെ സാമ്പത്തികമായ, രാഷ്ട്രീയമായ, സാമൂഹ്യമായ, സാംസ്കാരികമായ വികാസത്തിന് ഏറ്റവും വലിയ സംഭാവന നൽകിയ ബഹുജന പ്രസ്ഥാനമാണ്. ആ നിലയിൽ കേരളത്തിലെ വ്യാവസായികമായ പുരോഗതിക്ക് ആവശ്യമായ ഒട്ടനവധി നടപടികൾ സ്വീകരിക്കാൻ കഴിഞ്ഞു. കാർഷിക രംഗത്തെ പുരോഗതിക്ക് ആവശ്യമായ ഒട്ടനവധി നടപടികൾ സ്വീകരിക്കാൻ കഴിഞ്ഞു. വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതിക്ക് ആവശ്യമായ ഒട്ടനവധി നടപടികളുണ്ടായി. ഒട്ടനവധി ജനക്ഷേമ പദ്ധതികൾ, പെൻഷൻ, അങ്ങനെയുള്ള ഒട്ടനവധി ജനക്ഷേമ പദ്ധതികൾ ഈ ഗവൺമെൻറ് സ്വീകരിക്കുകയുണ്ടായി. അതുപോലെ കേരളത്തിൻ്റെ ഗതാഗത സൗകര്യം പരമാവധി വികസിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടികളാണ് സ്വീകരിച്ചത്. അങ്ങനെ കേരള സമൂഹത്തെ, കേരളത്തെ പ്രദേശത്തെ അടക്കം ആധുനികവൽക്കരിക്കാൻ ആവശ്യമായ വളരെ പ്രധാനപ്പെട്ട നടപടികളാണ് 2016 മെയ്ക്ക് കേരളത്തിൽ ഭരണത്തിലെത്തിയ ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അഴിമതിരഹിതമായൊരു കേരളം, വികസിത കേരളം എന്ന മുദ്രാവാക്യം നടപ്പാക്കാൻ ആവശ്യമായ നടപടികളാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2021 മെയ് 20 വീണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കേരളത്തിൽ ഭരണത്തിലെത്തി. ഈ ഗവൺമെൻറ് കേരളത്തെ ആധുനിക ലോക നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിനാവശ്യമായ നടപടികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനും ഈ ഗവൺമെൻറ്റും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും തയ്യാറായി. ഇപ്പോൾ പിന്നോക്ക പ്രദേശമായ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങൾ, വിവിധ മേഖലകൾ ആധുനിക ലോക നിലവാരത്തിലേക്ക് പടിപടിയായി എത്തുന്നത് നമുക്ക് കേരളത്തിലെ സ്ഥിതിവിശേഷങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. സംഘാടക സമിതി ചെയർമാൻ P. ഗാനകുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് KH ബാബുജാൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ U. പ്രതിഭ MLA, ഷെയ്ഖ് P. ഹാരിസ്, ഏരിയ കമ്മിറ്റി സെക്രട്ടറി B. അബിൻ ഷാ, കാർത്തികപ്പള്ളി ഏരിയ സെക്രട്ടറി K. വിജയകുമാർ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ P. അരവിന്ദാക്ഷൻ, S. നസീം, S. ആസാദ്, V. പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.